നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അനുജത്തി മാധുരിയെ കൊന്നവനോട് പകരം വീട്ടാനുള്ള ഒരു ബോംബ മാലതി നീ കൊണ്ടുവന്ന് തന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ നിങ്ങളെ ചതിച്ചാലല്ലേ നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ പറ്റൂ? ഞാൻ നിങ്ങളെ ചതിക്കില്ലല്ലോ. മാത്രമല്ല, നമ്മൾ 3 പേരും കൂടി നിന്ന നമുക്ക് പലതും നേടാം. ചെമ്പകമംഗലം വരെ നമ്മുടെ കയ്യിലിരിക്കും. ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇവനെ കാണാൻ പറ്റി. അതെന്തായാലും നന്നായി. എനിക്ക് ഇവനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. പറ മാലതി. പരദൂഷണം കേൾക്കാൻ നമുക്കെല്ലാവർക്കും വലിയ താല്പര്യമാണല്ലോ. പറ, കേൾക്കട്ടെ. ചെമ്പകമംഗലത്തെ ജയറാമിന് ഒരു പുതിയ പ്രണയം പൊട്ടിമുളച്ചിരിക്കുക. അതാരുമായിട്ട്? വേലക്കാരി മായമ്മയായിട്ട്. ആ നന്ദിനിയെ കെട്ടിയെടുത്ത ഉടനെ പ്രേമോ? അതിന് നന്ദിനി ഒരു രോഗിയായില്ലേ? ദൈവമേ, ഈ ചെമ്പകമംഗലം ജയറാമൻ ഇതാരാ? കാമദേവനോ? അതിരിക്കട്ടെ, ഒന്ന് വിശദീകരിച്ച് പറയേച്ചി. പറയാം. അല്ല, ഇയാളൊരു കീചകനാണല്ലോ. ഇത് വെച്ച് ഞാനൊരു വാരിക്കുഴി ഒരുക്കും. മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഇന്ദ്രേച്ചി. അതെന്താ? ഇത്രയും ബന്ധമായ സ്ഥിതിക്ക് ഇത് അവള് ജയറാമിനോട് പറയോന്നാ എന്റെ ഡൗട്ട്. നീ ധൈര്യമായി നിൽക്ക് മാലതി. നിങ്ങക്ക് ഞാനില്ലേ? നീ കൊണ്ടുവന്ന് തന്ന ഈ ന്യൂസ് ഇന്ദ്രജയ്ക്ക് ബോംബാ. ഈ ബോംബിട്ട് ചെമ്പകമംഗലം ഞാൻ തകർക്കും. ഇതെന്റെ അടുത്ത ഓപ്പറേഷന്റെ പ്രധാന പോയിന്റ്. എന്റെ അനുജത്തി മാധുരിയെ കൊന്നവനോട് പകരം വീട്ടാനുള്ള ഒരു ബോംബ മാലതി നീ കൊണ്ടുവന്ന് തന്നത്. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ നീ വേണ്ടെന്ന് പറയരുത്. ഈ സന്തോഷത്തിന് നിനക്ക് എന്തെങ്കിലും തരാതെ ഞാൻ വിടില്ല. ദാ, ഇത് വാങ്ങിച്ചു. വേണ്ട ഇന്ദ്രേച്ചി. വാങ്ങിച്ചു ചേച്ചി. ഇന്ദ്രേച്ചി ഒരു സന്തോഷത്തിന് തരുന്നതല്ലേ? മാലതി ഇരിക്കെ. ഡാ വൈശാഖെ, ഒന്ന് വന്നേ. എനിക്ക് നിന്നോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ലേച്ചി, ഞാൻ പോവാ. എന്നെ അവിടെ തിരക്കും. എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ പുലിവാലാവും. എന്നാ പിന്നെ പൊയ്ക്കോ. ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം. വാടാ. എന്താ ചേച്ചി? അവളൊരു മുതലയാ. വിഴുങ്ങിക്കളയും, സൂക്ഷിക്കണം. അവര് മുതലെങ്കിലേ മുതലയെ പിടിച്ച് കടിച്ചേറി തിന്നുന്ന വരയം പുലിയാ ഞാൻ. അത് ഓർമ്മിച്ചോ? സൂക്ഷിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. പോട്ടെ. മാലതി പോയോ? പോയി. എടാ, വേലക്കാരി മായമ്മയും ജയറാമനുമായിട്ടുള്ള അവിഹിത ബന്ധം നമുക്ക് ആയുധമാക്കണം. ജയറാമനെ ഉടനെ തന്നെ നമുക്ക് സെൻട്രൽ ജയിലിലേക്ക് അയക്കണം. എങ്ങനെ? വാ.
നിന്റെ പേരെന്താ? രമണൻ. ഉം. നിന്റെ അളിയന്റെ പേര് മദനൻ എന്നായിരിക്കും. നിനക്ക് എന്തിന്റെ അസുഖം പറഞ്ഞേ? നടുവിലക്കം. പിന്നെ നടുവിലക്ക്. വീട്ടുകാരെ പറ്റിക്കാൻ ഓരോരോ രോഗങ്ങള്. നിനക്കൊരു രോഗവും ഇല്ല. എണീക്കലാവിടുന്ന്. എണീക്കലാവിടുന്ന്. ഇപ്പൊ അസുഖം മാറിയോ? അയ്യോ, എന്റെ അസുഖം മാറി. ആ, എന്നാ വേഗം പോയാട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. എണീക്കടാ. ആ, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പോയാട്ടെ. നന്ദിയുണ്ടേ. എന്താ വന്നത്? തിരുമേനി ഒന്ന് കാണാനാ. കണ്ടില്ലേ? എന്നാ വെക്കോ. അയ്യോ, അങ്ങനെയല്ല. അമ്മ ഒന്ന് കാണിക്കണം. ചില രോഗങ്ങളെ പറ്റി അറിയാനാ വന്നത്. എന്നാ വരിക. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ തിരുമേനിയോടൊന്ന് സംസാരിക്കട്ടെ. ശരി. നീയാണോ രോഗി? അല്ല, അമ്മയാ. എന്നാ അമ്മയെ വിളിക്കേ. അതിനു മുൻപ് എനിക്ക് തിരുമേനിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ അവിടെ ഇരിക്കേ. വിശദമായിട്ട് പറയൂ. പ്രശ്നം ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. 99% അത് ക്യാൻസർ ആവാനാ സാധ്യതയെന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ പ്രാവശ്യം ഈ ഗുളിക കഴിക്കുമ്പോഴാണ് എനിക്ക് വോമിറ്റിങ്ങും വല്ലായികയൊക്കെ വരുന്നത്. ഇന്നലെ രാത്രി മോള് തന്നെ ഈ ഗുളിക കഴിക്കാതെ ദൂരെ കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഛർദിലും ഇല്ല, മറ്റൊരു അസുഖവും ഇല്ല. ആ ഗുളികയോ അതിന്റെ പ്രിസ്ക്രിപ്ഷനോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കുക. ഒന്നാമത് ഞാൻ ഈ അലോപ്പതിക്കാരുമായിട്ട് ഉടക്കാം. അടുത്ത ഉടക്കിനുള്ള വെടിമുഴക്കായത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കും. അവർക്ക് വയറ്റിൽ ക്യാൻസർ ആണെങ്കിൽ അതിപ്പോ അറിയാം, ഛർദിക്കും. വിളിക്കട്ടെ അമ്മേ? വിളിക്കൂ. ദാ. അമ്മേ, അകത്തേക്ക് വരാൻ പറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.